ബ്രിട്ടീഷുകാർ രാജ്യം വിടുക. ബ്രിട്ടീഷുകാർ രാജ്യം വിടുക. മാതൃഭൂമി രാജ്യാന്തര അക്ഷരോത്സവം 6ാം പതിപ്പിലേക്ക് എത്തുകയാണ്. മാറ്റങ്ങൾ, പരിവർത്തന പ്രവാഹങ്ങൾ. ഇത്തവണ ലോകം മുഴുവൻ മാറ്റങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മറ്റെന്ത് ചർച്ച ചെയ്യാൻ? ഒരു നൂറ്റാണ്ട് മുമ്പ് ഗാന്ധിജി 2ാം തവണ കേരളത്തിൽ കടന്നെത്തിയതിന് പിന്നാലെ ഇന്ത്യ കടന്നു പോകുന്ന മാറ്റങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ തന്നെ ആ ഒരു ചാലക ശക്തിയായി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ്. ഗാന്ധിജിയെ മറന്നുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ പറ്റില്ല, അത് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന ഗാന്ധിജിയാണ്. അഹിംസയിലൂടെ എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം നേടാം, മനുഷ്യൻ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. കാരണം അന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, തൊട്ടുകൂടായ്മയും നമ്മളുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഈ വ്യവസ്ഥകളെല്ലാം തന്നെ മാറ്റിമറിച്ചത് ഗാന്ധിജിയാണ്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് 100-ാം വർഷമാണ് 2025 എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ഗാന്ധിജി ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇതിന് തുടക്കമിടുന്നത്. മാതൃഭൂമി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ പത്രം, അതൊക്കെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇന്ന് ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാങ്കേതിക വിദ്യയിലുള്ള മാറ്റങ്ങൾ, മനുഷ്യരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഒരു കാലത്ത് അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലും വയലൻസ് വർദ്ധിച്ചു വരുന്നു. യുദ്ധം, അതുപോലെ മനുഷ്യരിലുണ്ടായ മാറ്റങ്ങൾ, AI കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അങ്ങനെ ഏത് മേഖല നോക്കിയാലും, ഇപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലെ മാറ്റങ്ങൾ, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സാഹിത്യത്തിലൊന്ന്. അങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റം വരാത്ത മേഖലയൊന്നുമില്ലല്ലോ. മാറ്റം, ചേഞ്ച് ഇസ് കോൺസ്റ്റൻറ്റ്. അത് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് നമ്മളെങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു, അതിൽ ചില മൂല്യങ്ങളെങ്ങനെ നമ്മൾ എന്താ പറയുക മുറുകെ പിടിക്കുന്നു. ഇതൊക്കെ ഈ മാറ്റങ്ങൾ വരുമ്പം എങ്ങനെ അത് മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്നു, അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇത്തവണത്തെ ചർച്ച. 6 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മാതൃഭൂമിയുടെ ഈ അക്ഷരോത്സവം തുടങ്ങിയത്. അന്നു മുതൽക്ക് ഇന്ന് വരെ എല്ലാ ഉത്സവങ്ങളിലും പങ്കുകൊള്ളുവാൻ, ആദ്യന്തം തുടക്കം മുതൽ അവസാനം വരെ പങ്കുകൊള്ളുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കണമെന്ന ആശയം ആദ്യമായി ഉണ്ടായത് യശശരീരനായ ശ്രീ MP വീരേന്ദ്രകുമാറിലായിരുന്നു. വിവിധ ദേശങ്ങൾ, 295 സംവാദങ്ങൾ, ഏറ്റവുമധികം രാജ്യാന്തര പ്രതിനിധികൾ. Hi everyone, this is my wife Gabi, she's from Poland. And this is my husband Uwe, he's from Germany. And we are on the way to India to the Mathrubhumi festival. It's our first time, we've never been before in India. And we are very happy that we are invited. My name is Yulia Musakowska, and I'd like to invite you to the presentation of our project, Tales of Hope and Courage, created jointly with Audio Stories. This multimedia project combines poetry, music, sounds of nature and cities, as well as visual art, to portray the reality of today's Ukraine. എൻ്റെ അമ്മ എന്നെ 2 തവണ പ്രസവിച്ചതായി ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അമ്മ ആദ്യം പ്രസവിച്ചത് മയ്യഴിയിലാണ്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഞാൻ ഒരിക്കൽ കൂടി ഡൽഹിയിൽ ജനിക്കുന്നു. ഒരേ ജീവിതത്തിൽ 2 തവണ ജനിച്ച ഒരാളാണ് ഞാൻ. കേരളത്തിനകത്തും പുറത്തുമുള്ള
നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ആഴമേറിയ സംവാദങ്ങൾ, സാഹിത്യ ചർച്ചകൾ, കലാചർച്ചകൾ, കലാവിമർശനങ്ങൾ, സാമൂഹ്യ വിമർശനങ്ങൾ, ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെ വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെ കാണുന്ന അതിപ്രഗത്ഭരായ സാമൂഹ്യ വിമർശകരും എഴുത്തുകാരും ചിന്തകരും കലാകാരന്മാരും പങ്കെടുക്കുന്ന മാതൃഭൂമിയുടെ ഈ ഫെസ്റ്റിവൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മലയാള കവിതാ സാഹിത്യത്തിൽ ചങ്ങമ്പുഴ ചെയ്തതാണ് നമ്മുടെ ഗദ്യസാഹിത്യത്തിൽ MT ചെയ്തത്. ഭാഷയെ അദ്ദേഹം ജനങ്ങളുടേതാക്കി തീർത്തു. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം MTയെ അനുസ്മരിക്കുന്നുണ്ട്. ജോർജ് ഓർവെൽ പണ്ട് പറഞ്ഞതുപോലെ എപ്പോഴും നിങ്ങളെ ഒരാൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു, ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് രാജ്യാന്തര അക്ഷരോത്സവം പുതിയ പതിപ്പിലെത്തുന്നത്. ബിഗ് ബ്രദർ ആരാന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മളെല്ലാം നിരീക്ഷിക്കപ്പെടുകയാണ് പല രീതിയിലും. ഇപ്പോൾ നമ്മളുടെ സ്വകാര്യതയൊക്കെ ഏകദേശം ഇല്ലാതെയായി കഴിഞ്ഞു. കാരണം ഇപ്പോൾ നമ്മൾ പല രീതിയിലും ട്രാക്ക് ചെയ്യപ്പെടുകയാണ്. ഡേറ്റയുടെ ഒരു കാലഘട്ടത്താണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്യാമറയാണ്. അതൊക്കെ എംപവേർഡാണ്, ശരി. പക്ഷേ ഇതെങ്ങനെ മനുഷ്യൻ്റെ പ്രൈവസിയെ ബാധിക്കും? ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പം കോപ്പിറൈറ്റ് വയലേഷൻ, ഇപ്പോൾ വരുമ്പോഴുള്ള കോപ്പിറൈറ്റ് വയലേഷൻ, ബിഗ് ടെക് കമ്പനീസിൻ്റെ പിന്നെ അൺഹെൽത്തി ബിസിനസ് പ്രാക്ടീസ്, ഇതെല്ലാം തന്നെ ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതെങ്ങനെ മാറണം? അതായത് മാറിയ ചില സംഗതികൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ മാറണം? ഇവിടെ നമ്മൾ ടൈം ക്യാപ്സ്യൂൾ എന്ന സംഗതി ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൽ 2030 ആകുമ്പോഴേക്കും എങ്ങനെയായിരിക്കും നമ്മളുടെ ലോകം? അപ്പോൾ അതിനെക്കുറിച്ച് എഴുതി ചില ആൾക്കാർ അതിൽ ഇട്ട് 2030 നമ്മൾ തുറന്നു നോക്കും. ആ പറഞ്ഞാൽ ഏതൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങൾക്കിടയിലും ഈ മനുഷ്യനും അതുപോലെ പ്രകൃതിയും ഇതെല്ലാം എങ്ങനെ സഹവർത്തിത്തോടുകൂടി മുന്നോട്ട് പോകണം, ഇനി വരുന്ന കാലഘട്ടത്തിലേക്ക് എങ്ങനെ ഈ ഭൂമി ആവാസ വ്യവസ്ഥയെ നമ്മൾ പിന്നെ വരും തലമുറകളെ ഏൽപ്പിക്കാം, ആ ഉത്തരവാദിത്വം നമ്മൾ മാറിപ്പോവുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള നിരവധി ചാലഞ്ചസ്. ഞാൻ രാജശ്രീ. ഇനിയുള്ള കാലം മാറ്റങ്ങളുടെ ഒരു മഹാപ്രവാഹത്തിൻ്റെതാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, കലയിലും, സംസ്കാരത്തിലും, എഴുത്തിലും, വായനയിലുമൊക്കെ അതൊരു അനിവാര്യതയാണ്. അതൊക്കെ പറയാനും അറിയാനും ചർച്ച ചെയ്യാനും നമുക്ക് തിരുവനന്തപുരത്ത് മാതൃഭൂമി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനായി കനകക്കുന്നിലേക്ക് പോകാം. ഞാനുമുണ്ട്. ഹലോ, ഞാൻ എംന വിജയ്. MBIFLന്റെ 6ാമത്തെ എഡിഷൻ തിരുവനന്തപുരത്ത് നടക്കാൻ പോവാണ്. സിനിമയും രാഷ്ട്രീയവും സാഹിത്യവും ഒക്കെ ചർച്ചയാകുന്ന ആ ഒരു വേദി എന്നെ ഒരുപാട് ആവേശം കൊള്ളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഴുത്തും വായനയും എല്ലാം ഒരു സമൂഹത്തെ ഒരുപാട് നവീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഴുത്ത് ഒരു മനുഷ്യനിലും ഒരു മുറിക്കുള്ളിലും ഒതുങ്ങാതെ ഒരുപാട് ആളുകൾക്കിടയിൽ ചർച്ചയാവുകയും വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനും നടക്കുന്ന ആ ഒരു വേദിയിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. കോവിഡിന് ശേഷം ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ കേരളം സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. വിദേശ സഞ്ചാരികളും സർവകാല റെക്കോർഡ് എണ്ണത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. അതിൽ ഫെസ്റ്റുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വിവിധ ഫെസ്റ്റുകളിൽ വലിയ നിലയിൽ ആളുകൾ പങ്കെടുക്കുന്നു, വിദേശികൾ, സംസ്ഥാനത്തിന് പുറത്തുള്ളവർ. മാതൃഭൂമിയുടെ ഫെസ്റ്റ് അത്തരത്തിലുള്ളൊരു ഫെസ്റ്റാണ്. ഒരുപാട് അക്ഷരോത്സവങ്ങൾ, ഒരുപാട് ബുക്ക് ഫെസ്റ്റുകൾ നടക്കുന്ന ഒരു കാലമാണിത്. മാതൃഭൂമി എന്താണ് മലയാളികളോട് എന്ന ഈ അക്ഷരോത്സവത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇത് മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ലെറ്റേഴ്സ് എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര്. നമ്മൾ എന്ന അക്ഷരം ഉപയോഗിച്ചു. അപ്പോൾ കഥ, കവിത എല്ലാം. അപ്പോൾ ഇത് കായായി മാറി. പിന്നെ അത് ആൾക്കാരങ്ങനെ ഏറ്റെടുത്തത്. അത് നമ്മൾ സമൂഹത്തിന് തിരിച്ച് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അക്ഷരോത്സവങ്ങൾ എല്ലാ സ്ഥലത്തും നടക്കും. വയനാട്ടിൽ നടക്കുന്നുണ്ട്. അവിടെയൊന്നും വാസ്തുവിലൊരു എയർപോർട്ടോ റെയിൽവേ സ്റ്റേഷനോ ഒന്നുമില്ല. ഗ്രാമങ്ങളിൽ ഇപ്പോൾ നടക്കുന്നു. ഇതിൽ വലിയൊരു സന്തോഷം തോന്നുന്നത് ഇതിലെല്ലാം പങ്കെടുക്കുന്ന വലിയൊരു ശതമാനം ചെറുപ്പക്കാരാണ്. അതുപോലെ തന്നെ വായന വർദ്ധിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വായന കുറയുമെന്ന് പറയുമ്പോൾ പുസ്തകങ്ങൾ
പുസ്തകങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരുന്നു. തന്നെ ചില നോവലുകളെല്ലാം തന്നെ എത്ര പെട്ടെന്നാണ് അത് വലിയ ഇപ്പോൾ രാജശ്രീയുടെ, അതുപോലെ ഷാജിയുടെ, ഇതൊക്കെ എന്താ പറയുക, വായനക്കാർ ഇഷ്ടപ്പെടുന്നു, പുസ്തകങ്ങൾ കൂടുതൽ വാങ്ങുന്നു, കൂടുതൽ വായിക്കുന്നു. അപ്പം കഴിഞ്ഞ വർഷം മമ്മൂട്ടി പറഞ്ഞതുപോലെ എല്ലാ ഗ്രാമങ്ങളിലും ഈ അക്ഷരോത്സവങ്ങൾ നടക്കണം. കാരണം അക്ഷരങ്ങളിലൂടെ നമ്മൾ സംവേദിക്കുമ്പോൾ, അറിവ് പങ്കിടുമ്പോൾ അതൊക്കെ സമൂഹത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, സ്കൂളുകളിലും എല്ലാം തന്നെ വയലൻസ്, കുട്ടികൾ വയലൻസിൽ ഏർപ്പെടുന്നു. എന്തുകൊണ്ട്? അപ്പം അതൊക്കെ ഒരു ചെറിയൊരു ലോകത്തേക്ക് ഒതുങ്ങിപ്പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഒരു വലിയ ലോകത്തിലേക്ക് അവിടെ ആനയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട് എന്ന് ഒരു ബോധ്യം അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ മാറാൻ സാധിക്കും. വരൂ, അടുത്ത ദിവസങ്ങൾ നമ്മുടേതാണ്. Change is like a current. Time and change are two sides of the same coin. Mathrubhumi International Festival of Letters presents Currents of Change.